എൻ്റെ അടുക്കളയിൽ ഞാൻ നിങ്ങൾക്കായി ഇന്ന് തയ്യാറാക്കുന്നത് മധുരമുള്ള ഒരു വിഭവമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നെയ്യപ്പം. ആവശ്യമായ സാധനങ്ങൾ: ഒരു തേങ്ങയുടെ 1/4 പാൽ 1/2 കപ്പ്, അരമുറി തേങ്ങ തീരെ കനം കുറച്ചരിഞ്ഞത് 1 കപ്പ്, ഏലക്ക 15 എണ്ണം, ജീരകം 3 ടേബിൾ സ്പൂൺ, കഴുകി വൃത്തിയാക്കി വറുത്തെടുത്ത കറുത്ത എള്ളും വെളുത്ത എള്ളും 4 ടേബിൾ സ്പൂൺ, 750 മില്ലി സൺഫ്ലവർ ഓയിൽ, 1/2 കിലോ പച്ചരി 8 മണിക്കൂർ കുതിർത്ത ശേഷം കഴുകി അരിച്ച് പൊടിച്ചെടുക്കാം. ശേഷം 350 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് നന്നായി തണുത്തു കഴിയുമ്പോൾ അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് കുഴച്ച് ചേർത്ത ശേഷം നന്നായി പഴുത്ത പൂവൻപഴം 5 എണ്ണവും കുഴച്ചു വെച്ചിരിക്കുന്ന മാവും കൂടെ മിക്സി ജാറിലേക്കിട്ട് അല്പാൽപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്. മാവിന് അല്പം തരി ഉണ്ടായിരിക്കുകയും വേണം. ആവശ്യത്തിന് ഉപ്പും 2 നുള്ളു സോഡാപ്പൊടിയും ചേർത്ത് നന്നായി കലക്കി മാവ് പൊങ്ങാൻ 8 മണിക്കൂർ മാറ്റിവെക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മാവ് കൂട്ട് റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് ഏലക്കയും ജീരകവും പൊടിച്ചത് ചേർക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് വറുത്തിടാനുള്ളത് തയ്യാറാക്കാം. പാനിലേക്ക് വലിയ 1 സ്പൂൺ നെയ്യൊഴിച്ച് ചൂടാകുമ്പോൾ തേങ്ങാക്കൊത്തിട്ട് മൂപ്പിക്കാം. ചുവക്കെ വറുത്തു കഴിഞ്ഞ് അതിലേക്ക് എള്ളും ഇട്ടുകൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. തേങ്ങാക്കൊത്തും എള്ളും തണുത്ത് കഴിയുമ്പോൾ മാവ് കൂട്ടിലേക്ക് ചേർക്കാം. ഒപ്പം തന്നെ തേങ്ങാപ്പാലും ചേർത്ത് ഇളക്കാം. ദോശമാവിൻ്റെ അയവാണ് മാവിന് വേണ്ടത്. അതിനായി തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ ഓരോ തവി മാവ് വീതം കോരിയൊഴിച്ച് നെയ്യപ്പം ചുട്ടെടുക്കാം. അങ്ങനെ രുചികരമായ നമ്മുടെ നെയ്യപ്പം തയ്യാറായി.